സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ധനവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരം ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനുമാണ് കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ജന്മം കൊടുത്ത മക്കള് മറ്റൊരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നത് കാണുമ്പോൾ, പരസ്പര സ്നേഹത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കളുടെ ഒത്തിരിയേറെ സന്തോഷം. ഇന്ന് ജുവനൽ ജെസ്സിയും കർത്താവിന്റെ മുന്നിൽ പരസ്പരമുള്ള ഇഷ്ടത്തെ, പരസ്പരമുള്ള സ്നേഹത്തെ സഭയുടെ മുന്നിൽ തുറന്ന് പറയുകയാണ്. ഞാൻ സ്വീകരിക്കാൻ കഴിയാവുന്നു എന്ന് തുറന്ന് പറയുക. സാധാരണ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാനുള്ളൊരു കാര്യം ഇതാണ്. വിവാഹം എപ്പോഴും അതിഷ്ടത്തിലാണ് ആരംഭിക്കുന്നത്. ജുബിനെ ജെസ്സിനെയും ജെസ്സിക്ക് ജുബിനെയും ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടം എന്ന് പറയുന്നത് തോന്നുന്നത് ഫസ്റ്റ് സൈറ്റിൽ തോന്നുന്ന, നമ്മൾ വർത്താനം പറഞ്ഞപ്പോൾ തോന്നുന്ന ഒരെലമെൻ്റാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഇഷ്ടം എപ്പോഴും ഔട്ട്വേർഡ്ലിയാണ്. ജെസ്സിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ജുബിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ
ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടം വഴി മാറും. അത് നല്ല സ്നേഹത്തിലേക്ക് വളരുകയാണ്. അജുവിനെ ആരെന്നും ജെസ്സിനെ ആരെന്നും അറിയുന്നത് രണ്ടാം ഘട്ടത്തിൽ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ്, അത് ക്യാരക്ടർ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പരസ്പരം ആക്ച്വലി സ്നേഹിക്കാൻ പറ്റുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇന്ന കൈൻ്റെ ആളാണല്ലോ, അവിടെയാണ് സ്നേഹിക്കാൻ തുടങ്ങുന്നത്. ഇവൻ നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഇഷ്ടത്തിലും സ്നേഹത്തിലാണ്. രണ്ടുപേരും ഒരുമിച്ച് ജീവിതം പങ്കിട്ട് തുടങ്ങുമ്പോഴാണ് ആക്ച്വലി ഇത് പിരിയാനാകാത്ത ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് വളരുന്നത്. തേർഡ് സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജിൽ ഇഷ്ടമാണ്. ആ ഇഷ്ടം വഴിമാറി പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുന്നു. ആ സ്നേഹവും വഴിമാണ്. പിന്നീടാണ് പിരിയാനാകാത്ത ബന്ധം ഒരു ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത്. അവിടെയാണ് ഫാമിലി ലൈഫിൻ്റെ ഈ ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പിലേക്ക് മാറുവാനായിട്ട് നമ്മുടെ ഇഷ്ടവും സ്നേഹവും മാത്രം പോരാ എന്ന് ഒരു എലമെൻ്റുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മളെ വളർത്തുമ്പോഴും നിങ്ങളെ പഠിപ്പിച്ച് ഉയർത്തുമ്പോഴും ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യും. പള്ളി വെച്ച് നടക്കണം, മനസ്സമ്മതം ഉണ്ടാവണം, വിവാഹം പള്ളി വെച്ച് നടക്കണം. നേരത്തെ പള്ളിയൊക്കെ വന്ന് കണ്ട് നമുക്കത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്, അത് നേരത്തെ എടുക്കുന്നൊരു പ്ലാനിങ്. കാര്യം നമുക്ക് ഇൻ്റലക്ച്വലി നമുക്കെല്ലാം അറിയാം. ഇൻ്റലക്ച്വലി ഉള്ള കാര്യങ്ങളൊക്കെ അറിവുകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഒരു ഡിവൈൻ ടച്ച് എന്ന് പറയുന്നത് അത് പുരോഹിതരായിട്ട് പോലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. How we able to explain how the divine touches you are going to enjoy it? Because we cannot measure it. Intellectually we cannot calculate it. It's beyond that. So that's why the church gives even after betrothal. You have to 3 weeks. ഇഷ്ടം